ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. രാവിലെ ഉണരുമ്പോൾ ഇങ്ങനെ ചില കണികൾ കാണാറുണ്ടോ നിങ്ങൾ? ഈ കണിയിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം ചിലർക്കൊക്കെ അറിയാം അല്ലേ? ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് വളരെ ഊർജത്തോടുകൂടി പോസിറ്റീവായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഉണരുമ്പോൾ തന്നെ നല്ല ദിവസമായിരിക്കുവാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. നല്ല കണി കാണണം എന്നും ആഗ്രഹിക്കും. പക്ഷേ നാം കാണുന്ന കണിയുടെ ഐശ്വര്യം പോലെയിരിക്കും അന്നത്തെ ദിവസം എന്നാണ് വിശ്വാസം. ഇനി പ്രാർത്ഥിക്കുവാനും കണി കാണുവാനുമൊക്കെ ചില രീതികളുണ്ട്. കണി കാണുന്നതിന് നല്ലത് എന്തൊക്കെയാണ്? ഇനി ചില കണികളിലൂടെ ഭാഗ്യം ഉണ്ടാവുന്നതും ദോഷം ഉണ്ടാവുന്നതും എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കിയാലോ? ഉണരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലതുവശം ചെരിഞ്ഞെണീക്കുക എന്നുള്ളതാണ് ആദ്യം. അതുപോലെ തന്നെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഉള്ളം കൈ കണി കാണുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഉള്ളം കൈയിലാണ് ഐശ്വര്യ ദേവതയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ സ്ഥാനമെന്നാണ് വിശ്വാസം. ഇനി വീട്ടിൽ വളർത്തുന്ന പശു, ആട് എന്നിവ കണി കാണുന്നതും ഗുണകരമാണ് കേട്ടോ. രാവിലെ ഉണർന്നാൽ ചില വസ്തുക്കൾ കാണുന്നത് ദോഷം വരുത്തുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. നിഴൽ കാണുന്നത്, മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നത്, മൃഗങ്ങൾ തമ്മിൽ അടികൂടുന്ന ശബ്ദം, കണ്ണാടി, വൃത്തിയില്ലാത്ത അടുക്കള, ആളുകൾ തമ്മിലുള്ള വഴക്ക് എന്നിവ നമ്മെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ നിഴൽ കാണുന്നത് സംബന്ധിച്ച് നല്ലതല്ല എന്നൊരു വിശ്വാസം പണ്ടേയുണ്ട്. സ്വന്തം നിഴലും മറ്റുള്ളവരുടെ നിഴലും രാവിലെ ഉണർന്ന് കണി കാണുന്നത് ദോഷകരമാകും എന്നാണ് പറയുന്നത്. ഇത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ചും കാണുന്നത് നല്ലതല്ല. നിങ്ങളുടെ ആ ദിവസം മുഴുവനും മാനസിക സംഘർഷം നിറഞ്ഞതായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി മൃഗങ്ങളുടെ ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാണരുത് എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായാലും ചില മൃഗങ്ങളുടെ ചിത്രങ്ങളോ രൂപങ്ങളോ എല്ലാം ഉണ്ടാവാറുണ്ട് അല്ലേ? വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഉണർന്നാൽ ഉടൻ കാണുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. ചിത്രമായാലും ശരി, ജീവനുള്ളതായാലും ശരി, മൃഗങ്ങളെ കണി കാണുന്നത്, ചില മൃഗങ്ങളെ കണി കാണുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മൃഗങ്ങൾ അടികൂടുന്ന കാഴ്ച. പൂച്ച, പട്ടി എന്നിവ അടികൂടുന്നത് സ്ഥിരം കാഴ്ചയാണല്ലോ. നമ്മൾ രാവിലെ ഉണരുമ്പോഴോ ഉണർന്ന ശേഷമോ ഇവയുടെ ബഹളം കേൾക്കുന്നതും കാണുന്നതും ദോഷകരമാണെന്നാണ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ആ ദിവസത്തെ നശിപ്പിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ആളുകൾ തമ്മിൽ അടികൂടും എന്നൊരു സൂചന കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കണ്ണാടി നോക്കുന്നത്. നമ്മൾ ഉണർന്നാലുടൻ ചിലരൊക്കെ കണ്ണാടി നോക്കുന്ന പതിവുള്ളവരാണ്. മുറിയിലെ കണ്ണാടിയിൽ ഒന്ന് നോക്കി പോവുക എന്നതും ഒരു ശീലമായിരിക്കാം. എന്നാൽ ഇങ്ങനെ നോക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഉണർന്നാൽ ഉടൻ കണ്ണാടി നോക്കുന്നത് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് വൃത്തിയില്ലാത്ത അടുക്കള. രാത്രിയിൽ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അടിച്ചുവാരി വൃത്തിയാക്കാതെ മടിച്ചു കിടക്കുകയും ചെയ്യും. വൃത്തിയില്ലാത്ത അടുക്കളയും വൃത്തിയാക്കാത്ത പാത്രങ്ങളും കാണുന്നത് ദോഷമാണെന്നാണ് പറയുന്നത്. അതിനാൽ രാത്രിയിൽ തന്നെ അവശിഷ്ടങ്ങൾ എല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയായി ഇടുക. ഇനി ആളുകൾ തമ്മിലുള്ള വഴക്കു കേൾക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല നമ്മൾക്ക് അല്ലേ? ഉണരുമ്പോൾ തന്നെ ഇത്തരം വഴക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ദോഷമാണെന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം അത്ര നല്ലതാവില്ല. മാത്രമല്ല നമ്മുടെ വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുവാനും ഒരു സാധ്യതയുണ്ട്.